നമുക്ക് സ്വാതി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. സ്വാതി, അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നഗ്നമായിട്ടുള്ള ലംഘനങ്ങൾ മാത്രമാണ്. കാരണം നമുക്കറിയാം ഈ വെടിയുതിർത്തൽ ലംഘനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അത് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി ഒരുപക്ഷെ ഇത്തരത്തിൽ സംയുക്തമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തുന്നത് പോലും ഈ ഒരു ഘട്ടത്തിൽ ഇതാദ്യമായിട്ടാണ്. മാത്രമല്ല വൈകിട്ട് 5:30 കൂടിയായിട്ടായിരുന്നു സാധാരണ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഇത് 10:30 മാറ്റിയിരിക്കുന്നു. കാരണം അത്രയും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. പ്രത്യേകിച്ചും ഈ ഷെല്ലാക്രമണമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഈ അതിർത്തി മേഖലകളിലേക്ക് പാകിസ്ഥാൻ തുടരുന്ന ആക്രമണം അത് സംബന്ധിച്ച ഒരു അതിർത്തിയുടെ സുരക്ഷയൊക്കെയും വിലയിരുത്താനും അത് സംബന്ധിച്ച നടപടികൾ ജനങ്ങളെ അറിയിക്കുവാനും വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം ചേരുന്നത്. കഴിഞ്ഞ ദിവസവും നിരവധി ദിവസങ്ങളായി ആക്രമണം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ നിരന്തരമായി വാർത്താ സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് ആ നടപടിക്രമങ്ങൾ അതല്ലെങ്കിൽ ഈ അതിർത്തി മേഖലകളിൽ തുടരുന്ന പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ കൃത്യമായ വസ്തുതകൾ ജനങ്ങളെ ധരിപ്പിക്കുക എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ദിവസവും വിളിക്കുന്നത്. അതിന്റെയൊക്കെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് സംയുക്തമായി ചേർന്നുകൊണ്ട്, അതായത് പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയവും സൈനിക മേധാവികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ എയർബേസ് അടക്കം ഇന്ത്യ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും രജൌരിയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അതിർത്തി മേഖലകളിൽ ഷെല്ലാക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സിവിലിയൻസ് കാര്യമായി തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സിവിലിയൻസിനെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഉണ്ടാകുന്നു. അവിടെ നിന്നും പൂർണ്ണമായും ആളുകളെയൊക്കെയും ഒഴിപ്പിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനടക്കം രജൌരിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ആക്രമണങ്ങൾ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു സംയുക്ത വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും ചേർന്ന് വിളിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അതിർത്തി സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തലുകളും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ, അതായത് പല വ്യക്തമല്ലാത്ത കണക്കുകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം എല്ലാ ദിവസവും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകാറുണ്ട്. അതിന്റെയൊക്കെയും ഭാഗമായി തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ സൈനിക മേധാവികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതിനോടകം തന്നെ യോഗങ്ങളൊക്കെ തന്നെയും നടന്നു വരികയാണ്. സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഇതിന്റെ സ്ഥിതി വിവരങ്ങൾ, ഏത് തരത്തിലാണ് നിലവിലത്തെ സ്ഥിതി വിലയിരുത്തലും എവിടെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, സൈനിക നടപടി അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാത്രിയും ഈ സേനാ വിഭാഗങ്ങളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായൊക്കെയും യോഗം ചേരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് കൃത്യമായും ഈ കാര്യങ്ങൾ ഓരോ നിമിഷവും വിലയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ആശയവിനിമയം നടത്തുന്നു. അതോടൊപ്പം തന്നെ അതിർത്തി മേഖലകളിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും നിരന്തരമായിട്ടുള്ള യോഗങ്ങൾ, ഉന്നതതല യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ, ആശയവിനിമയങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട്. ഈ പാകിസ്ഥാന്റെ 4ഓളം വ്യോമസേനാ താവളങ്ങൾ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഏകദേശം ഇന്ന് 5 മണിക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അത് 10:30 മാറ്റുകയായിരുന്നു. അത്തരത്തിൽ എന്തായാലും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഈ വിശദാംശങ്ങൾ, ഇന്ത്യ പാകിസ്ഥാന്റെ സംഘർഷം ഇപ്പോൾ രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെയൊക്കെയും വിശദാംശങ്ങൾ കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം. മാത്രമല്ല നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഏത് തരത്തിൽ പ്രതിരോധിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ സൈന്യം എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളായിരിക്കും 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭദ്ര.